ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. അവരെ അന്ധകാരം കൊണ്ട് ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഇടയിലുള്ള ടാറ്റാറസിലാണ്. നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള ഭാഗങ്ങളല്ല ഇതൊന്നും. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. വീട്ടിലൊരു ബൈബിൾ സ്കൂൾ എന്ന പേരിൽ ഞാൻ പുറത്തിറക്കിയതായ CD-യിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭാഗങ്ങളൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല, ഈ പരമ്പരയിലും ചില പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ഇതേപ്പറ്റി എനിക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പറയാമെന്ന് ചിന്തിക്കുകയാണ്. ഏതായാലും പാതാളം എന്ന് പറയുന്നത് ഭൂമിക്കടിയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും, ഭൂമിക്കടിയിലെ പാതാളം അതെന്തിനാണ് ദൈവസഭയുമായി പോരാടുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? പാതാളത്തിലെ ഗോപുരം എന്തിനാണ് ദൈവസഭയ്ക്കെതിരായി പ്രബലപ്പെടാൻ ശ്രമിക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? മാത്രമല്ല, പാതാളത്തിൽ പർദീസയുണ്ടെന്നും അതിലൊരു ഭാഗത്തെ അബ്രഹാമിന്റെ മടി എന്നാണ് അറിയപ്പെടുന്നത്, പർദീസ എന്നാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നാം കണ്ടു കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഈ പാതാളത്തിലെ പർദീസയെല്ലാം കൂടെ ദൈവത്തിനും ദൈവത്തിന്റെ സഭയ്ക്കും ഒക്കെ എതിരായി പോരാടേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായും അതിനൊന്നും ദൈവസഭയുമായി പോരാടേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് പ്രതീകാത്മകമായിട്ടാണ് കർത്താവ് സംസാരിച്ചത് എന്ന് ആ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. കർത്താവ് പറയുന്നു, നീ പത്രോസാകുന്നു, അതായത് നീ ഒരു കല്ലാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാറ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. പത്രോസിനെ ഒരു കല്ലിനോടും യേശു ക്രിസ്തുവിനെ ഒരു പാറയോടും അവിടെ ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രതീകാത്മകമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. സഭയെ പണിയുമെന്ന് പറയുമ്പോൾ അതൊരു കെട്ടിടം പോലെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിന്റെ സഭയെ ഒരു കെട്ടിടത്തോട് ഉപമിക്കുന്നു. ഈ കെട്ടിടം ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കർത്താവ് പ്രതീകാത്മകമായി സംസാരിക്കുന്നു, പാതാള ഗോപുരങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ പാതാളം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു പാതാളത്തെ കുറിച്ചല്ല. പത്രോസ് വെറും ഒരു കല്ലല്ല, യേശു ക്രിസ്തു പാറയല്ല. അതുപോലെ ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത് ഒരു കെട്ടിടവുമല്ല. ഇവിടെ പാതാളം പ്രബലപ്പെടുമെന്ന് പറയുന്നത് ആ പാതാളം എന്ന് പറയുന്നത് യഥാർത്ഥ പാതാളവുമല്ല. ഇനി എന്തർത്ഥത്തിലാണ് പറയുന്നത്? അതേ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രതീകങ്ങളൊക്കെ നോക്കിയാൽ മതി. മുടിയപുത്രൻ മടങ്ങി വരുമ്പോൾ അവൻ പറയുന്നത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനിയും നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്നാണ്. എന്താണ് സ്വർഗത്തോട് പാപം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആ കഥ വായിച്ചാൽ മനസ്സിലാകും. അവൻ സ്വർഗത്തിലെങ്ങും പോയില്ല. കൂട്ടുകാരോടൊപ്പം നടന്ന് വസ്തുവകകൾ നാനാവിധമാക്കി കളഞ്ഞു. പിന്നീട് ദൂരദേശത്തുള്ള ഒരു പൗരന്റെ വീട്ടിൽ അവൻ പന്നികളെ മേയ്ക്കാൻ പോയി. ഇതിനിടയിൽ ഒരിക്കൽ പോലും അവൻ സ്വർഗത്തിൽ പോയില്ല. പക്ഷെ ഇവൻ പറയുന്നു, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? സ്വർഗത്തോട് പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പോയി എന്തെങ്കിലും പാപം ചെയ്തു എന്ന അർത്ഥത്തിലല്ല. സ്വർഗം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം എന്ന അർത്ഥത്തിലാണ്. അപ്പാ ഞാൻ ദൈവത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്നാണ് മുടിയൻ പുത്രൻ പറയുന്നത്. അതുപോലെ തന്നെ യെരുശലേം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിന്റെ നഗരമായി പ്രതീകാത്മകമായി സംസാരിക്കാറുണ്ടായിരുന്നു. ആദം എന്ന് പറയുമ്പോൾ സകല മനുഷ്യവർഗത്തെ കുറിച്ചും പറയാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ദൈവം ഭൂമിയെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂവാസികളെ വിളിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചു എന്ന് പറയുമ്പോൾ ദൈവദൂതന്മാരെ കുറിക്കാനാണ് അത് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവദൂതൻ, സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവം, ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ ദൈവവചനത്തിൽ പലയിടത്തുമുണ്ട്. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, സ്വർഗമേ കേൾക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവമേ കേൾക്കണമേ എന്നേ ആ വാക്കിനർത്ഥമുള്ളൂ. അതല്ലാതെ സ്വർഗത്തിന് ചെവിയുണ്ടെന്നോ നമ്മൾ പറയുന്നത് സ്വർഗം കേൾക്കുമെന്നോ ആ വാക്കിന് അർത്ഥമില്ല. അപ്പോൾ ഇവിടെ പാതാളം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് സാത്താൻ എന്ന അർത്ഥത്തിലാണ്. പാതാളത്തിലെ ഒരു ഭാഗം അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പർദീസയാണ് എന്നത് ശരിയാണെങ്കിലും പാതാളത്തിലെ അധമ പാതാളം, അതുപോലെ ഇടയിലുള്ള ടാർട്ടാറുസ്, ഇതൊക്കെയും ശാപത്തിന്റെ സ്ഥലങ്ങളാണ്. പാതാളം എന്ന് പറയുന്നത് ഒരിക്കലും നല്ല സ്ഥാനമായിട്ടല്ല കണക്കാക്കുന്നതും. പാതാളത്തിൽ പർദീസ ഉണ്ടായിരുന്നെങ്കിലും അത് രക്ഷിക്കപ്പെട്ടവർക്ക് നിത്യമായി വസിക്കുവാനുള്ള സ്ഥലവുമായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ പാതാള പർദീസയിൽ ഉണ്ടായിരുന്നവരെ തന്നോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. എഫേസ്യർ 4:8 പറയുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന്. അപ്പോൾ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ പാതാളത്തിൽ അധമ പാതാളം എന്നറിയപ്പെടുന്ന ഭാഗത്ത് യാതന അനുഭവിക്കുന്ന ആത്മാക്കളും
ടാർട്ടാറസ് എന്ന് പറയുന്ന സ്ഥലത്ത് യാതന അനുഭവിക്കുന്ന ഇരുട്ടുകൊണ്ട് ചങ്ങലയിടപ്പെട്ട് കിടക്കുന്നതായ ദൂതന്മാർ മാത്രമേ ഉള്ളൂ, വിശുദ്ധന്മാരൊന്നുമില്ല. വിശുദ്ധന്മാർ അതിലെ മുകളിലത്തെ ഭാഗത്തെ കുറച്ചു കാലം ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെ. പക്ഷെ പാതാളം എന്നത് സാത്താന്റെ പ്രതീകമാണ്, നരകം എന്നത് സാത്താന്റെ പ്രതീകമാണ്. അപ്പോൾ പാതാള ഗോപുരങ്ങൾ എന്ന് കർത്താവ് പറയുമ്പോൾ പാതാളം എന്നത് സാത്താനെയും ഗോപുരം എന്നത് പാതാളം ഒരു പട്ടണമാണെങ്കിൽ അതിന്റെ പടിവാതിലിനെയും കുറിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ വീണ്ടും ഒരു സംശയം ഉണ്ടാകുന്നു, എന്താണ് ഈ പടിവാതിലിനുള്ളതായ പ്രത്യേകത? അതും നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമല്ല. എന്നാൽ തമിഴ്നാട് അതുപോലുള്ള സ്ഥലങ്ങളിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടൊക്കെ പഞ്ചായത്ത് ഉള്ളതുപോലെ അല്ല അവിടുത്തെ പഞ്ചായത്ത്. നമ്മുടെ നാട്ടിലെ വലിയ ഇലക്ഷനുമൊക്കെ നടത്തി പഞ്ചായത്തും ഒക്കെ ഉണ്ട്. എന്നാൽ വടക്കേ ഇന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലും പഞ്ചായത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ ഇലക്ഷൻ ഒന്നുമില്ല. ആ ദേശത്തെ മാന്യരായ ഒരു 4-5 ആൾക്കാർ, സാധാരണ പണക്കാരായ ആൾക്കാർ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസം കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ ഏതെങ്കിലും വിധത്തിൽ മാന്യന്മാരായ 5-6 ആൾക്കാർ ആ പട്ടണത്തിന് നടുവിലുള്ള എവിടെങ്കിലുമുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ മിക്കവാറും ഒരു പ്ലാറ്റ്ഫോം പോലെ അവിടെ കെട്ടിയിട്ടുണ്ടായിരിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രാമത്തെ അല്ലെ പട്ടണത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ ആ പട്ടണത്തിലെ മൂപ്പന്മാരായ ആൾക്കാർ അവിടെ വന്നിരിക്കും. പ്രശ്നങ്ങളുള്ളവർ അവിടെ ചെന്ന് അവരോട് കാര്യങ്ങൾ പറയും. അവർ പറയുന്നതാണ് അവസാന വാക്ക്. ഈ രീതി വടക്കേ ഇന്ത്യയിലും നമ്മുടെ സമീപ പ്രദേശമായ തമിഴ്നാട്ടിൽ പോലുമുണ്ട്. ഇതിനോട് സാമ്യമുള്ളതായ ഒരു രീതി പാലസ്തീൻ നാട്ടിൽ ഉണ്ടായിരുന്നു. പട്ടണത്തിലെ മൂപ്പന്മാരൊക്കെയും പട്ടണത്തിന്റെ വാതിക്കൽ വന്നിരിക്കും. വാതിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 40-50 അടിയൊക്കെ വീതിയുള്ളതായ വലിയ മതിലാണ്. ആ മതിലിന് 10, 25, 30 അടി വീതിയുള്ളതായ ഒരു വാതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 30, 40 അടിയൊക്കെ സമയതരമോ ദീർഘചതുരമോ ഒക്കെ ആയിട്ടുള്ളതായ ഒരു പ്രദേശം മുഴുവൻ അവിടെ തുറസായി കിടക്കുകയാണ്. ആൾക്കാർ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ആ പട്ടണത്തിലെ അല്ലെങ്കിൽ ഗ്രാമത്തിലെ മൂപ്പന്മാർ വന്ന് അവിടെ ഇരിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് ആളുകൾ അവരുടെ അടുക്കൽ ചെല്ലും. എന്തെങ്കിലും വഴക്കമൊക്കെ ഉണ്ടെങ്കിൽ വഴക്ക് തീർക്കാൻ അവർ ചെല്ലുന്നത് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കലാണ്. പട്ടണത്തിലേക്ക് ആര് വന്നാലും ഈ മൂപ്പന്മാരെ കണ്ടിട്ടേ പോകാൻ പറ്റൂ. പട്ടണത്തിൽ സ്ഥിരമായി വസിക്കുന്നവരാണെങ്കിൽ അവർക്ക് അവരെ വന്ദനം ചെയ്തങ്ങ് കടന്നു പോകാം. ഈ ബൈബിൾ സ്റ്റഡിയുടെ 3ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.